മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. 2 തണ്ട് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില വേണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. കുരുമുളക് ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങാ നീര്, ഇതിൽ നിന്നും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അരപ്പ് ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇത് നമുക്ക് ഈ മത്തിയിലേക്ക് ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ സാധാരണ കുരുമുളക് ചേർത്താലും മതി. ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ മത്തി ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.